ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ബീഫ് കീമ പൊറോട്ടയാണ്. അപ്പോൾ ഈ ബീഫ് കീമ പൊറോട്ട എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ 4 മണിക്കൊക്കെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ട് വരും. അപ്പോഴേക്കും നമ്മളിത് കാലിയാക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടിട്ട് വരും. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി നടക്കും. അപ്പോൾ ഓക്കെ. കേസ് അപ്പോൾ നമുക്ക് കീമ പൊറോട്ട എങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം. നമ്മൾ ബീഫ് കീമയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പൊറോട്ടക്ക് ചപ്പാത്തിക്കും പൊറോട്ടക്കൊക്കെ കുഴക്കുന്ന പോലെ മാവ് നല്ല ലൂസായിട്ട് കുഴക്കണം. ആ ലൂസായിട്ട് കുഴച്ചതിന് ശേഷം നമ്മൾ പരമാവധി ഇത് നൈസായിട്ട് പരത്തിയെടുക്കണം. കാരണം 4 മണി പലഹാരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ്. പിന്നെ കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുകയാണ്. ഈ ചിക്കൻ ആണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ഉണ്ടാക്കാം. ബീഫ് ആകുമ്പോൾ കുറച്ച് വേവൊക്കെ ഉണ്ട്. അപ്പോൾ അത് കറക്റ്റ് വേവിക്കൊക്കെ വേണ്ടി വരും. നമ്മൾ കുറച്ച് ഓയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ കീമ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. കീമ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം പരത്തി കൊടുക്കുക. ശരിക്കും ഇതൊരു 2-3 മിനിറ്റ് നേരത്തേക്കുള്ള ഒരു പരിപാടിയാണ്. പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനുശേഷം ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ഇനിയും പരത്താൻ കഴിയുമെങ്കിൽ ഇനിയും പരത്താട്ടെ. ഇത് ഞാൻ കുറച്ച് ഇതായിട്ട് പരത്തിയിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ കീമേൻ്റെ മസാല തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് ഒരു കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കീമ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്. 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.